കൂടിയ നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയ നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോടി നിൽക്കുന്നൊരാനല്ലി മരമൊന്നുലത്തുവാൻ മോഹം. മരമൊന്നുലത്തുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഹായ് മക്കളെ, ഇന്ന് അമ്മയുടെ രാവിലത്തെ ഭക്ഷണം കാണണ്ടേ? ഇപ്പം എല്ലാം ഇതാണ്ട് ഉപ്പുമാവാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചാരയുണ്ട്, പിന്നെ ഇതാ ചെറുപഴമുണ്ട്. ഇതാണ് ഇന്ന് അമ്മയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പുമാവ്, ചെറുപഴം, പഞ്ചസാര. അപ്പം എല്ലാ മക്കളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ. ഉപ്പുമാവ് റവയുടെ ഉപ്പുമാവാണ്. പഞ്ചസാരയും കുട്ടിയുടെ അമ്മ കഴിക്കുന്നത്. ചെറുപഴമുണ്ട്. അപ്പം എല്ലാ മക്കളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ. അപ്പോഴേ മക്കളെ, അമ്മ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ചിക്കൻ അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇഞ്ചി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മല്ലിയില. പിന്നെ അമ്മ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെതാ അമ്മയുടെ സ്പെഷ്യൽ മസാല, പെരിഞ്ചീരക മസാല. അപ്പം അമ്മ ഇതെല്ലാം ഇങ്ങോട്ട് മിക്സിയിലോട്ട് ഇടുവാണ്. കുറച്ച് കല്ലിപ്പൊട്ടിട്ടുണ്ട്. അപ്പം മിക്സിയിലോട്ട് അമ്മ ഇഞ്ചി, മല്ലിപ്പീര, ഈ സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതിലോട്ടമ്മ 1 സ്പൂൺ മസാല ചെറുള്ളിയിലും പെരിഞ്ചീരകം പൊടിച്ച മസാല 1 സ്പൂണ്, ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് പറഞ്ഞത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1, 2, 3, 4 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും അമ്മ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല വൃത്തിയായിട്ട് അമ്മ അരച്ചെടുക്കട്ടെ. അപ്പോഴിത് അരിഞ്ഞിട്ടില്ല. നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിക്കാം. ഒരു സ്വല്പം വെള്ളം ഇതിനകത്തൊക്കെ ഒഴിക്കുകയാണ്. ഇത് അനയാനുള്ള വെള്ളം, ഒരു തുള്ളി. അപ്പോൾ മസാല നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട് മസാല. അപ്പം ഈ മസാല അമ്മ ഈ കഴുകിയ ചിക്കനകത്തോട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുകയാണ്. മസാല ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാം ചേർത്തിട്ടുണ്ട്. ചിക്കനകത്തോട്ട് നമുക്കിത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു. നല്ലോണം പതച്ചിട്ടിട്ട് അമ്മ ഇത് വരിഞ്ഞെടുത്തേക്കാണ്. അപ്പം ആ ഇടയിലോട്ടും ആ ചിക്കൻ്റെ ആ വരവിനകത്തോട്ടൊക്കെ നല്ല ഒരു കഷ്ണം മുളക് ചതച്ചിട്ടില്ലേ, നല്ല വണ്ണം നമുക്ക് ആ മസാല ഇടയിലോട്ടൊക്കെ തേച്ച്
തേച്ച് നല്ലോണം പിടിപ്പിച്ചോ. നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മസാല ചേർത്ത് ചിക്കൻ നമുക്കൊരു അരമണിക്കൂറോളം, അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഇവിടെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ കാണിക്കും. இறக்கி வச்சிருக்கேன், இறக்கி வச்சிருக்கேன், மணத்துக்காளி பண்ண காட்டி கொடுத்து வச்சிருக்கேன், எடுத்து வச்சிருக்கேன், துடுத்து வச்சிருக்கேன், மணத்துக்காளி பண்ண குட்டி துடுத்து வச்சிருக்கேன். கோழி ருசியா இருந்த கோழி எதுக்கு, குமரி ருசியா இருந்த குமரி எதுக்கு, அப்ப சிட்டு சேலை கட்டு அதை முத்து ஹல்லு தொட்டு ஹல்வா தட்டு. எடுத்து வச்சிருக்கேன், எடுத்து வச்சிருக்கேன், மணத்துக்காளி பண்ண குட்டி എടുത്ത് വെച്ചിരിക്കேன். അപ്പോഴേ അമ്മ താണ്ട രാത്രിത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുവാണ്. കണ്ട 5-6 ഉണ്ടാക്കുന്നുള്ളൂ. അത് മതി, ഞങ്ങൾക്ക് 2 പേർക്ക് അത് മതി. മാറ്റി പൊങ്ങി വന്നാണ്ടോ ചപ്പാത്തി? അല്ല പൊങ്ങി വന്നത് എടുക്കും. നമുക്ക് അടുത്തതിടാം. അല്ലേ കാരണം മതി നമുക്ക് രണ്ടുപേർക്ക്. ചപ്പാത്തിക്ക് ഷേപ്പൊക്കെ മാറിപ്പോവും. അതൊന്നും ചിലപ്പോൾ കറക്റ്റ് ആവത്തില്ല. ചില സമയത്തേ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി അറാവെ കൊല്ലങ്ങൾക്ക് മാറി വരും. അതാ പൊങ്ങട്ടെ ഉണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകൂട്ടായിരിക്കുന്നുണ്ട്, ചിക്കനുണ്ട്. ചിക്കൻ ഇനി വെക്കണം. നമുക്ക് ഒരു കുക്കറിനകത്ത് അൽഫാം പോലെ വെക്കാനാണ് ചിക്കൻ പറ്റി വെച്ചിരിക്കുന്നത്. അത് പെരലോട്ട് ഇപ്പോഴത്തെ നമ്മൾ ആ ചപ്പാത്തിയൊക്കെ വെന്ത് നല്ല പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴേ അമ്മ ഇച്ചിരി മല്ലിയില ചമ്മന്തി അരച്ചിട്ടുണ്ട്. മല്ലിയില, ഉപ്പ്, ഇച്ചിരി ഇഞ്ചി, 2 വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുള്ള പച്ചമുളക് ഇത്ര ഇട്ടിട്ടാണ് അമ്മ ഇന്ന് മല്ലിയില ചമ്മന്തി അരച്ചത്. നല്ല രുചിയായി ചമ്മന്തിക്ക്. അപ്പോൾ ചപ്പാത്തി സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഒരു പാത്രത്തിൽ ഒഴിച്ചോളട്ടെ.